ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടോ. നല്ലൊരു വരട്ടിയ കറിയാണ്. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് പിന്നെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് വെക്കാം കേട്ടോ. നല്ല രസമായത് ചപ്പാത്തിക്കായാലും അതുപോലെ പത്തിരി, ചപ്പാത്തി, ചോറിനായാലൊക്കെ നല്ല സൈഡായിട്ട് കൂട്ടാൻ നല്ലതാട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ഉലുവ ഇട്ടിട്ടോ. ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. ആ നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മൂത്ത എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റ് ഇരിക്കുകയാണ് ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഞാൻ 3 സവോള എടുത്തത്. ഞാൻ 1 കിലോ ചിക്കൻ വെച്ച് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഫുള്ള് നന്നായിട്ട് ഇതാവണ്ട. ഇതേപോലെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പരിപ്പറിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ, പരിപ്പറി ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ പരിപ്പറിയും അപ്പോൾ ഇതൊരു 2-3 വർഷം ഇട്ട് നല്ല രസമായിട്ടാവും. പിന്നെ നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഉള്ളിലേക്കുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചിക്കനിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് 1.5 സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇനി അതെല്ലാം ഇതായി വന്നതിന് ശേഷം അതിലേക്ക് ഇടാനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ അങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ നല്ല നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടല്ലേ. ഒരു 10 മിനിറ്റോളം അങ്ങനെ നന്നായിട്ട് നല്ല തീയത്തിനിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് മൂടി വെക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി ഒരു പകുതി വേവാൻ ശേഷം ഒരു തക്കാളി, അതേപോലെ മുളക് പൊടി 2 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടുന്നുണ്ട്. എരിവ് പിന്നെ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം, മല്ലിപ്പൊടി അധികം ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് അടച്ച് വെക്കുക. നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ, നമ്മൾ തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വെച്ചിട്ടോ. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടോ. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് പിന്നെ ഒരു 2 മിനിറ്റോളം സിമ്പിളാക്കിയിട്ട് വെച്ചിട്ടോ. ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരുണ്ടോയെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടോ. അടച്ച് വെച്ചിട്ട് സിമ്പിളാക്കി വെച്ചിരുന്നു. അതൊന്നും കൂടെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ വെള്ളമൊക്കെ വറ്റി ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത പോലെ ആയി വരും കേട്ടോ. അങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഇളക്കി കൊടുത്താലും മതി. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താലും മതി. അങ്ങനെയല്ല, ഇപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ശരിക്കും നമ്മൾ മക്കൾക്കൊക്കെ ഫ്രൈ ആക്കി കൊടുക്കൂലേ, അപ്പോൾ അതിനേക്കാൾ നല്ല ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതാകുമ്പം അത്യാവശ്യം ഗ്രേവിയും ഉണ്ടാവും, മസാലയും ഉണ്ടാവും. അതേപോലെ എണ്ണ അധികം ചിലവാകുന്നില്ല. മക്കൾ എണ്ണ അങ്ങനെ കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കുമ്പം നമുക്കൊക്കെ കേടുതന്നെയല്ലേ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ്റെ ഫ്രൈ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ചോറിനായാലും ചപ്പാത്തിക്കായാലും പത്തിരിക്കായാലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണേ. അതേപോലെ ഒന്നും കൂടെ പറയണം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു